എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ 2026 മെയ് മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ്. ഓരോ മാസത്തെയും ഗ്രഹനിലയുടെ മാറ്റം നമ്മുടെ ജീവിതത്തെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. ഈ മാസം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ വളരെ അനുകൂലമാണ്. സൂര്യൻ 9ാം ഭാവത്തിലെ ഉച്ചസ്ഥിതിയിലൊക്കെ നിൽക്കുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് വലിയ ആത്മവിശ്വാസമൊക്കെ നൽകുന്നതാണ്. മെയ് 11 ശേഷം ചൊവ്വ 9ാം ഭാവത്തിൽ സ്വന്തം രാശിയിലൊക്കെ എത്തുന്നത് ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതുമാണ്. ആദ്യം ചിങ്ങൻ രാശിക്കാരുടെ തൊഴിൽ എങ്ങനെ പോകും എന്ന് നോക്കാം. ഈ മാസം കരിയറിൽ വലിയ നേട്ടങ്ങളുടെയൊക്കെ സമയമാണ്. പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കാനും സാധ്യത ഉണ്ട്. സൂര്യൻ 9ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിലൊക്കെ നിൽക്കുന്നതിനാൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ പിന്തുണയും ലഭിക്കുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുന്നത് ഏറ്റെടുക്കാൻ മടിക്കരുത്. അത് നിങ്ങളുടെ കരിയറിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. ഔദ്യോഗികമായ തീരുമാനങ്ങളൊക്കെ എടുക്കാനും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളൊക്കെ നടത്താനും മെയ് 11 ശേഷമുള്ള സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഈ ചിങ്ങരാശിയിൽപ്പെട്ട ഇവരുടെ ബിസിനസ് എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. ബിസിനസ്സിൽ പുരോഗതിയൊക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണ്ടതാണ്. ബുധൻ്റെ അനുകൂല സ്ഥാനമൊക്കെ കാരണം ബിസിനസ്സിൽ മികച്ച വരുമാനമൊക്കെ ലഭിക്കുന്നതാണ്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പിടാനും ഈ മാസം അനുകൂലമാണ്. 7ാം ഭാവത്തിൽ രാഹുവൊക്കെ നിൽക്കുന്നതിനാൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായും വരാം. ഈ യാത്രകൾ ഗുണകരമൊക്കെ ആണെങ്കിലും അപ്രതീക്ഷിതമായ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിടാനും തയ്യാറായിരിക്കേണ്ടതാണ്. ബിസിനസ്സിലെ പങ്കാളികളുമായിട്ടൊക്കെയുള്ള തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ ആശയങ്ങളൊക്കെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണകളൊക്കെ കുറയുന്നതിനും സഹായിക്കുന്നതാണ്. ഇനി ചിങ്ങൻ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായ ഒരു സമ്മിശ്ര മാസമായിരിക്കും. വരുമാനമൊക്കെ വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിതമായി ചില ചെലവുകളൊക്കെ വരാനും സാധ്യതയുണ്ട്. അതിനാൽ സാമ്പത്തിക ആസൂത്രണം അത്യാവശ്യമാണ്. ഓഹരി വിപണിയിലോ ട്രേഡിങ്ങിലോ ഒക്കെ ഏർപ്പെടുന്നവർ വളരെ സൂക്ഷ്മമായിട്ടൊക്കെ കാര്യങ്ങളിൽ തീരുമാനമൊക്കെ എടുക്കേണ്ടതാണ്. സാമ്പത്തികമായ തടസ്സങ്ങളൊക്കെ മാറാനും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും കഴിയുന്നത്ര ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഈ മാസം ഉണ്ടാകുക. 7ാം ഭാവത്തിൽ രാഹുവിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. പങ്കാളിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അനാവശ്യ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. വീട്ടിലെ മുതിർന്നവരുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ പുലർത്താൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങളുടെ വാക്കുകളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ എന്ത് കാര്യം സംസാരിക്കുമ്പോഴും ആലോചിച്ചു മാത്രം ചെയ്യേണ്ടതാണ്. ശനിയും ചൊവ്വയുമൊക്കെ 2ാം ഭാവത്തെയൊക്കെ സ്വാധീനിക്കുന്നതിനാൽ വീട്ടിലെ സംസാരത്തിൻ്റെ കടുപ്പമൊക്കെ കുറയ്ക്കുക. അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും ആണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം മികച്ച നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ അവസരമൊക്കെയുള്ള സമയമാണ്. 5ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ പതിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഉന്മേഷവും ഒക്കെ നൽകാൻ സഹായിക്കുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം നല്ല ഫലമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിനൊക്കെ അർഹമായ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ശനിയുടെ ദൃഷ്ടി ഉള്ളത് കാരണം പഠനകാര്യത്തിലൊക്കെ ചെറിയ മടിയോ അല്ലെങ്കിൽ ചെറിയ കാലതാമസമോ ഒക്കെ നേരിട്ടേക്കാം. പുതിയ കോഴ്സുകളിലൊക്കെ പ്രവേശിക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച ഫലമൊക്കെ ലഭിക്കുമെങ്കിലും കാര്യങ്ങളൊക്കെ കുറച്ച് സാവധാനമേ നടക്കുകയുള്ളൂ. ഇനി ചിങ്ങൻ രാശിക്കാരുടെ ആരോഗ്യകാര്യം നോക്കാം. ഈ മാസം ആരോഗ്യകാര്യത്തിൽ വലിയ ആശങ്കയ്ക്കൊന്നും വകയില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. ശനിയും ചൊവ്വയും ഒക്കെ 2ാം ഭാവത്തെ സ്വാധീനിക്കുന്നതിനാൽ പല്ലുകളെ, തൊണ്ട, അതുപോലെ വായ്ഭാഗം എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ രാഹുവിൻ്റെയൊക്കെ സാന്നിധ്യം മൂലം ചെറിയ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. ഇത് ഉറക്കത്തെയൊന്നും ബാധിക്കാതെയും നോക്കേണ്ടതാണ്. സൂര്യൻ ഉച്ചസ്ഥിതിയിലൊക്കെ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ശാരീരികമായ പ്രതിരോധശേഷിയൊക്കെ പൊതുവെ മികച്ചതായിരിക്കും.
ഇത് അസുഖങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഇനി പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ സ്വാധീനമൊക്കെ കുറയ്ക്കാനും ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും ചെയ്യാവുന്ന ചെറിയ വഴിപാടുകളെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യ നമസ്കാരം, ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കഴിയുന്ന വഴിപാടൊക്കെ ചെയ്യുന്നതും നിങ്ങൾക്ക് ചിങ്ങൻ രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ശനീശ്വര പ്രീതി, ശനിയുടെ ദോഷങ്ങളൊക്കെ കുറയ്ക്കാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം വഴിപാടൊക്കെ കഴിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ എല്ലാ ദിവസവും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് മനോധൈര്യമൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. മെയ് മാസം ചിങ്ങൻ രാശിയുടെ മാസഫലങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് കരുതുന്നു. ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഈ പരിഹാരങ്ങളൊക്കെ ശ്രദ്ധയോടെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും മാറ്റങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.